ഇത്രയും ചകിരിയായിരുന്ന മുടി ഇത്രയെങ്കിലും വൃത്തിയാക്കിയെടുത്ത ആ ഒരു ഹെയർ പാക്കാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ എന്തായാലും ഹായ് ഹലോ ദിസ് മിസ് ഓയിലി ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാലഞ്ചിൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇതുവരെ എല്ലാവരും വീഡിയോയും ചാലഞ്ചും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതുവരെയും ചാലഞ്ച് എടുക്കാത്തവരാണെങ്കിൽ മുടി ഞെരുക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ തിക് ഹെയർ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കാം. മുടി വെക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ. പണ്ട് ഇതൊക്കെ പൊട്ടിപ്പോയ മുടി എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ശരിക്കും ഇതാണ് ബേബി ഹെയർസ് എന്ന് പറയുന്നത്. നമ്മുടെ മുടി വളരുന്നതിൻ്റെ ഫസ്റ്റ് സൈനാണിത്. നെറ്റിയിൽ അവിടെ നിന്ന് മാത്രമല്ല, ഈ മണ്ടേന്നൊക്കെ കിളിർത്ത് വരുന്ന ബേബി ഹെയർസ് ആണ്. ഞാൻ എന്തായാലും 2 ദിവസമായി മുടിയിൽ എണ്ണയൊക്കെ തേച്ചിട്ട്. അത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ ഹോട്ട് ഓയിൽ മസാജ് ചെയ്തായിരുന്നു. അത് പുതിയ എണ്ണ വെച്ചിട്ടാണ് ചെയ്തത്. മുടി കംപ്ലീറ്റ്ലി നന്നായിട്ട് ആ പുതിയ എണ്ണയിട്ട് മുക്കിയെടുത്താണ് ഞാൻ കുളിക്കാൻ പോയത്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് ജലദോഷം കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പുതിയ എണ്ണയാണ് തലയിൽ ഉപയോഗിക്കണമെങ്കിൽ അത് പതുക്കെ പതുക്കെ തലയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ പഴയ എണ്ണയുടെ കൂടെ കുറച്ചായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ഓരോ ദിവസം മിക്സ് ചെയ്യാൻ അളവ് കൂട്ടി പതുക്കെ മുടിയിലോട്ട് ഉപയോഗിക്കുക. ഒറ്റയടിക്ക് ഉപയോഗിച്ചാൽ പെട്ടെന്ന് ജലദോഷവും പനിയൊക്കെ വരും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഹെയർ മാസ്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉലുവ നന്നായിട്ട് കഴുകി വെച്ചിരിക്കണേണ്. അതിൻ്റെ അകത്തോട്ടൊരു അര കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കുക. അതിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇഞ്ചിയും ഉലുവയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ആദ്യത്തെ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പം ആ വെള്ളം ചെറുതായിട്ടൊന്ന് കുറുകി വറ്റും. അപ്പോൾ തന്നെ നമ്മൾ പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കും. ഏകദേശം നമ്മൾ ആ വെള്ളത്തിൻ്റെ കളർ നന്നായിട്ട് മാറി നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് തിളപ്പിക്കണം. ഏകദേശം ഈ ഒരു കളറിലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഏകദേശം 1 ഗ്ലാസ് വെള്ളത്തിനാണ് ഇത്രയും തിളപ്പിച്ച് കുറുകി എടുത്തതാണിത്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിക്കണം. അടിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഴം ചേർത്ത് വേണം നമ്മൾ അടിക്കാനായിട്ട്. അതാണ് മുടിക്ക് നന്നായിട്ട് സോഫ്റ്റ്നെസ്സും ടെക്സ്ചറൊക്കെ മാറ്റാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനം. അടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ഷാർജയൊക്കെ ഇല്ലേ കറക്റ്റ് അതുപോലെ ഇരിക്കും. അതേ കൺസിസ്റ്റൻസിയും തന്നെ വേണം. ഷാർജയുടെ അത്ര ലൂസാവേണ്ട, കുറച്ചുകൂടെ കട്ടിയായിട്ട് ആ ഒരു കളറിനൊക്കെ തന്നെ ഇരിക്കും. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തുമ്പിലോട്ടൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. കാരണം ടെക്സ്ചറും കൂടെ മാറാനുള്ളതാണ്. ഇതിലിപ്പോൾ കാണിക്കുന്ന സമയത്ത് എൻ്റെ മുടി നല്ല വൃത്തിയൊക്കെ കിടക്കുന്നില്ലേ, നല്ല ടെക്സ്ചറായിട്ട്. എപ്പോഴും എൻ്റെ മുടി ഇങ്ങനെയൊന്നും കിടക്കുകയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ഹെയർ ഡേയും ബാഡ് ഹെയർ ഡേയും കാണും. നമ്മൾ മുടിയുടെ മൂഡ് സ്വിങ്സിനനുസരിച്ച് വേണം നമ്മൾ ഓരോരുത്തർ ഒരുങ്ങി ഇറങ്ങാനായിട്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ മൊത്തത്തിൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ കുറച്ചും കൂടെ കമ്പാരേറ്റീവ്ലി വൃത്തിയായിട്ട് വെച്ചിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. എത്ര നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല വടി പോലെ തിളങ്ങി നിൽക്കുന്ന സൂപ്പർ ടെക്സ്ചറുള്ള മുടി ആണെങ്കിലും ശരി തന്നെ, അത് ഏത് നിമിഷം വേണമെങ്കിലും ചകിരി മുടി ആവാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ആയിപ്പോയിട്ടുള്ളവർ നമ്മളെ കൂട്ടത്തിൽ തന്നെ കാണും. അതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ മുടി പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനത്തെ മുടി ഉണ്ടായിരുന്നിട്ട് അത് നല്ലപോലെ സൂക്ഷിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ടെക്സ്ചർ മാറിപ്പോണത്. കാരണം മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ലേ. അതുകൊണ്ട് തന്നെ അതിന് അത്രയും നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് മോശമായി പോകും. സ്പ്ലിറ്റൻസ് ഒക്കെ വന്നിട്ട് പെട്ടെന്ന് പൊട്ടിയും ചീത്തായും ഒക്കെ പോകും. അതുകൊണ്ടാണ് നിങ്ങളുടെ അങ്ങനത്തെ കമ്പി മുടി മാറി ഇങ്ങനെ ഒരു ചകിരി മുടി പോലെ ആയത്. അതിനെ പണ്ടത്തെ പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥേനെക്കാട്ടിലും ഒരുപാട് ബെറ്ററാക്കി കൊണ്ടുവരാൻ പറ്റും. എൻ്റെ മുടി തന്നെ കണ്ടറിയാമല്ലോ പണ്ട് ഏത് കോലമാണ് ഇപ്പോൾ ഏത് കോലാണെന്ന്. അതിന് നിങ്ങൾ ഭയങ്കര കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ഇടുന്ന ഏത് ഹെയർ പാക്ക് ആണെങ്കിലും അതിൻ്റെ കൂടെ ഈ പഴമോ തൈരോ അങ്ങനത്തെ മുടി സോഫ്റ്റനാക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ. ഞാൻ യൂസ് ചെയ്യുന്നത് പഴം, തൈര്, പിന്നെ തേങ്ങാപ്പാല്, വെണ്ടയുടെ നീര്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുടിയുടെ ടെക്സ്ചർ അങ്ങനെയാണ് എൻ്റെ മുടിയുടെ ടെക്സ്ചർ കുറേ ഇമ്പ്രൂവ് ആയത്. അല്ലാണ്ട് വേറെ കെമിക്കൽ പരമായിട്ടുള്ള സാധനങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ യൂസ് ചെയ്യും കണ്ടീഷണറും സെറവും ഞാൻ യൂസ് ചെയ്യും. ഷാമ്പു അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഷാമ്പു ഇട്ടാലേ കണ്ടീഷണറും സെറവും ഇടേണ്ടതുള്ളൂ എന്നൊന്നുമില്ല. ഞാൻ ഡെയിലി കണ്ടീഷണറും സെറവും മുടിയിൽ ഉപയോഗിക്കും. പക്ഷേ ഷാമ്പു ഉപയോഗിക്കാറില്ല. മാസത്തിലൊരിക്കലൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ആഴ്ചയിലൊരിക്കൽ താളിയൊക്കെ ഉപയോഗിച്ച് കഴുകിക്കളയും. പിന്നെ ആരെങ്കിലും കണ്ടീഷണർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്കാൽപ്പിൽ ഉപയോഗിക്കരുത്. തലയോട്ടിയിൽ ഒരു ലേശം പോലും ആവരുത്. തലയോട്ടിയും കഴിഞ്ഞ് കുറേ ഇറങ്ങിക്കഴിഞ്ഞ് തുമ്പിലോട്ട് മാത്രമേ കണ്ടീഷണർ ഉപയോഗിക്കാവുള്ളൂ. ഇത്രയൊക്കെ കെയറേ ഞാൻ എൻ്റെ ഈ ഹെയർ കെയർ ജേർണിയിൽ ചെയ്തിട്ടുള്ളൂ. മുടിയുടെ ടെക്സ്ചറിനെ ഭയങ്കരമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ മുടി നന്നായിട്ട് വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്പ്ലിറ്റൻസ് ഉള്ള പോർഷൻ. ഈ ഹെയർ പാക്ക് എന്തായാലും മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മുടി നന്നായിട്ട് വളരാനും ഞെരുക്കം വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇഞ്ചിയുള്ളതും ഉലുവയുള്ളതും ഒക്കെ ഡബിൾ എഫക്റ്റ് ആയിരിക്കും തരുന്നത്. നമ്മൾ ഈ റോസ്മേരി വാട്ടറൊക്കെ ടോണറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇഞ്ചിയൊക്കെ ഇട്ടാണ് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ മുടി വളരും എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഡാൻഡ്രഫ് നന്നായിട്ട് കൺട്രോൾ ചെയ്യും. ഉലുവയൊക്കെ ഉള്ളതുകൊണ്ട് ഹെയർ ഫാളും നന്നായിട്ട് കുറയും. അപ്പോൾ എന്തായാലും ഈ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് തന്നെ നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കുക. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടമാനം സാധനങ്ങൾ വാരിയിട്ട് ഹെയർ പാക്ക് ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മാക്സിമം 3 സാധനങ്ങൾ മതി. അല്ലെങ്കിൽ 2 സാധനങ്ങൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും 1 സാധനം മുടിയുടെ ടെക്സ്ചർ നന്നാക്കാനും ഉള്ള സാധനം മാത്രം മതി. ടെക്സ്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുടി എന്താണോ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ
സാധനങ്ങൾ ആഡ് ചെയ്യുക. എൻ്റെ സ്കാൽപ്പ് വന്നിട്ട് ഓയിലിയും തുമ്പ് വന്നിട്ട് ഫ്രിസി ഡ്രൈയും കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഐറ്റംസ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കാൽപ്പ് തൊട്ടേ ഡ്രൈ ആണെങ്കിൽ കുറച്ച് കൂടുതൽ പഴവും കേടും അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ചേർക്കുക. ഇല്ല മൊത്തം ഹെയർ ഓയിലി ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഹെയർ സ്മൂത്തൻ ചെയ്യുന്ന സാധനങ്ങൾ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തായാലും മുടി വളർത്താനായിട്ട് മാക്സിമം 2 ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചാൽ മതി. ഏറ്റവും മിനിമൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് എപ്പോഴും ഫാസ്റ്റർ ആയിട്ടുള്ള റിസൾട്ട് തരുന്നത്. ബാക്കി വന്ന ഹെയർ മാസ്ക് എനിക്ക് മുടി വളർച്ച ഇത്തിരി കുറവുള്ളടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാനിങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ 15 മിനിറ്റ് മുടിയിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. ഞാനിപ്പോൾ ഈ ഹെയർ പാക്ക് ഒരുപാടൊന്നും വാരി യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ തുമ്പിലോട്ടൊന്നും ഞാൻ ഒരുപാട് യൂസ് ചെയ്തില്ലല്ലോ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ജലദോഷം പിടിച്ചിരിക്കണോണ്ടാണ്. എന്നും വെച്ച് നിങ്ങളും ജലദോഷം പിടിച്ചിരിക്കുമ്പോൾ ഹെയർ പാക്ക് ഇടണമെന്നല്ല കേട്ടോ ഞാൻ പറയണത്. നിങ്ങളിൽ ഒരുപാട് പേര് വളരെ കാര്യമായിട്ട് ഹെയർ കെയർ ചാലഞ്ച് ഫോളോ ചെയ്യണോണ്ടും അപ്ഡേറ്റ്സ് ഒക്കെ എൻ്റെ അടുത്ത് വന്ന് പറയണോണ്ടും ഞാൻ വീഡിയോ ഇടാത്തപ്പോൾ അന്വേഷിക്കണോണ്ടും ഒക്കെയാണ് ഞാനും കറക്റ്റായിട്ട് ഈ ചാലഞ്ച് ഫോളോ ചെയ്ത് പോണത്. എനിക്കിപ്പോൾ ഈ മാസ്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇപ്പം എനിക്ക് മുടിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഹെയർ ഫോളും കംപ്ലീറ്റ്ലി കുറേയൊക്കെ കുറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ഒരു ദിവസം മുടക്കിയാൽ നിങ്ങളുടെ ആ ഒരു ടൈം ടേബിൾ തെറ്റും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ്സ് ചോദിക്കാം, എല്ലാത്തിനും മറുപടി പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഹെയർ കെയർ ചാലഞ്ച് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.